الحمد لله نحمده ونستعينه ونستغفره ونشهد به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال هذا صراط علي مستقيم സ്നേഹാദരണീയരായ അല്ലാഹുവിന്റെ അടിയാറുകളെ, ജീവിതത്തിന്റെ സർവ മേഖലകളിലും കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്, എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നിലനിർത്തിക്കൊണ്ട് നാളെ വരാനിരിക്കുന്ന പാരത്രിക ലോകത്തിനു വേണ്ടി പരമാവധി നന്മകൾ പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വിശ്വാസികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശത്തെ ജീവിതത്തിൽ അംഗീകരിച്ച് ഏകദൈവ വിശ്വാസവുമായി മുന്നോട്ടു പോകുന്നവർ. ആ ഏകദൈവ വിശ്വാസം അത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് നിർഭയത്വമാണ്. ഏതൊരു സന്ദർഭത്തിലും ഒന്നിനെയും ഭയപ്പെടാതെ നിർഭയത്വത്തോടെ മുന്നോട്ടു പോകാൻ അതുകൊണ്ട് നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗം നമുക്കറിയാം. 6-ാം അധ്യായത്തിന്റെ 82-ാമത്തെ വചനം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശ്വാസത്തിൽ യാതൊരു തരത്തിലുമുള്ള ശിർക്കും കലരാതെ ജീവിച്ചാൽ അയാൾക്ക് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നിർഭയത്വത്തോടുകൂടി മുന്നോട്ടു പോകാൻ കഴിയുമെന്നുള്ളതാണ്. ജീവിതമാണ്. വ്യത്യസ്ത തലങ്ങളിലുള്ള പരീക്ഷണങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടാം. തുടരെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകാം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറി, അല്ലെങ്കിൽ കുടുംബത്തിന് ഒന്നാകെ, അങ്ങനെ പലതരത്തിൽ രോഗങ്ങൾ കൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടാം.
അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് നമ്മൾ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാം. കച്ചവട രംഗത്ത്, മറ്റു ജീവിത വരുമാന മാർഗങ്ങളിൽ, അങ്ങനെയെല്ലാം തന്നെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാം. മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടാം, അതുപോലെ തന്നെ മറ്റു മരണങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാം. ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒരു മനുഷ്യന് നിർഭയത്വം ലഭിക്കുന്ന അർത്ഥത്തിലുള്ള കൃത്യമായ ഏകദൈവ വിശ്വാസമാണ് നമ്മ മുന്നോട്ട് നയിക്കുന്നത്. അള്ളാഹു നമ്മോടൊപ്പമുണ്ട് എന്നുള്ളൊരു ബോധമാണ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ളതാണ്. തുടരെ പരീക്ഷണങ്ങളിൽ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് കരുത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നത് ഈ ഒരു വിശ്വാസം കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിന്റെ 57-ാം അധ്യായം സൂറത്തു ഹദീദിന്റെ 22-ാമത്തെ വചനം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരാപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിനെ നാം ഉണ്ടാക്കുന്നതിനു മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞിട്ടല്ലാതെ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ആ ഒരു വിധിയിലുള്ള വിശ്വാസം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു നിശ്ചയിച്ചതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിശ്വാസം. ഖുർആൻ അവിടെ പറഞ്ഞത് ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസമാണ് നമുക്ക് ധൈര്യവും കരുത്തും പകരേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ 5 നേര നമസ്കാരങ്ങൾക്കു ശേഷം പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുടെ ഭാഗം ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല. ഈ ഒരു വിശ്വാസമായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. എന്നാൽ ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്കിടയിലേക്ക് വസ്വാസുണ്ടാക്കുന്ന തരത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കപ്പെടുകയും ആ അന്ധവിശ്വാസങ്ങൾ കാരണം പലരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന കാഴ്ചകളുമെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല അർത്ഥത്തിലുള്ള തട്ടിപ്പുകൾ നമ്മളുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജിന്നുബാധയാണ്, പിശാചു കൂടിയതാണ് എന്ന അർത്ഥത്തിൽ ആളുകളെ ബോധിപ്പിച്ചുകൊണ്ട് അവരുടെ ചികിത്സയിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം മന്ത്രവാദികളുടെ അരികിലേക്ക് എത്തുകയും അവസാനം ജീവനും പണവുമെല്ലാം തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കിവിടെ കൃത്യമായ ബോധമുണ്ടാകണം എന്നുള്ളതാണ്. പിശാചിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ, തീർച്ചയായും പിശാച് മനുഷ്യന്റെ പ്രത്യക്ഷ ശത്രുവാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു യൂസുഫില് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിശാച് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടതാണ്. ആദം അലൈഹിസ്സലാമിന് വേണ്ടി സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ആ സുജൂദിൽ പങ്കെടുക്കാതെ അഹങ്കാരത്തോടുകൂടി മാറി നിന്ന ഒരാൾ, എന്നിട്ട് അവിടെ നിന്ന് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. ആ പുറത്താക്കിയതിനു ശേഷമോ അള്ളാഹുവിന്റെ അരികിൽ എനിക്ക് ലോകാവസാനം വരെ അവധി നീട്ടിത്തരണമെന്ന് പറയുകയും അങ്ങനെ മുന്നോട്ടു പോവുകയും ഞാൻ നിന്റെ അടിമകളെ വഴിതെറ്റിക്കുമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പിശാചിന്റെ ചിത്രം വിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായത്തിൽ 12 മുതൽ 28 വരെയുള്ള വചനങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. അവിടെ ആ പിശാച് ഏർപ്പെടുത്തുന്ന പ്രവർത്തനം എന്ത് എന്നുള്ളതാണ് ഖുർആൻ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഫവസ്വസ ലഹുമാ എന്നുള്ളതാണ്. ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും അരികിൽ ചെന്ന് അവർ ഇരുവരോടും ദുർമന്ത്രണം നടത്തുന്ന ഒരു പ്രവർത്തനമാണ് പിശാച് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി ആ ഒരു പിശാചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 15-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വചനങ്ങൾ, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉവയ്യന്നഹും അജ്മഈൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവൻ അഥവാ പിശാച് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂലോകത്ത് അവർക്ക് ഞാൻ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമായി തോന്നിക്കുകയും അവരെ മുഴുവൻ ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും. എന്നിട്ട്
വീണ്ടും പിശാച് തന്നെ പറയുന്നു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലിസീൻ, അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ നിഷ്കളങ്കന്മാരായ ദാസന്മാരൊഴികെ എന്ന് പിശാച് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുഖ്ലിസീങ്ങളായ അടിമക്കരികിൽ ചെന്നിട്ട് എന്റെ ഒരു ദുർമന്ത്രണത്തിലൂടെ അവരെ വഴിതെറ്റിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പിശാച് തന്നെ തുറന്നു സമ്മതിക്കുന്നത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു അതിന് നൽകുന്ന ഒരു മറുപടികൾ കാണാം. ഖാല ഹാദാ സിറാത്തുൻ അലയ്യ മുസ്തഖീം, അല്ലാഹു പറഞ്ഞു എന്നിലേക്ക് നേർക്കുനേരെയുള്ള മാർഗമാകുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അവന്റെ അധികാരം അഥവാ പിശാചിന്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെയും അല്ലാഹുവോട് പങ്കു ചേർക്കുന്നവരുടെയും മേൽ മാത്രമാകുന്നു എന്ന് ഖുർആൻ പറയുന്നത് നമുക്ക് കാണാം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ എന്നാണ്. തീർച്ചയായും എന്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല നിന്നെ പിൻപറ്റിയ ദുർമാർഗങ്ങളുടെ മേലല്ലാതെ എന്ന് ഖുർആൻ നമ്മളെ കൃത്യമായി വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പിശാചിന്റെ ദുർമന്ത്രണങ്ങൾ ഉണ്ടാകുമ്പോ ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത് എന്ന് കൂടി നമുക്കറിയാം. വിശുദ്ധ ഖുർആനിന്റെ 16-ാം അധ്യായത്തിന്റെ 98-ാമത്തെ വചനം ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചത് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിക്കൊള്ളുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തനങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങുമ്പോ ആ മനുഷ്യനിടയിൽ വസ്വാസുകൾ ഉണ്ടാക്കി ആ മനുഷ്യന്റെ നന്മയെ ഇല്ലാതാക്കാനുള്ള പിശാചിന്റെ ശ്രമങ്ങൾക്ക് ഒരു വിശ്വാസി ചെയ്യേണ്ട പ്രതിവിധി അള്ളാഹുവിനോട് ശരണം തേടുക എന്നുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ്. വളരെ കൃത്യവും വ്യക്തവുമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തന്നെ 16-ാം അധ്യായത്തിന്റെ 99-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവരാരോ അവരുടെ മേൽ പിശാചിന് യാതൊരു അധികാരവുമില്ല തീർച്ച എന്ന് പറഞ്ഞു വെക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസികളാണ്. ആ വിശ്വാസം കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണ്. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോന്നും അത് റബ്ബുമായി ചേർത്ത് വെച്ചുകൊണ്ട് ആലോചിക്കാനും ചിന്തിക്കാനും ആ റബ്ബിനോട് മാത്രം സഹായങ്ങൾ തേടാനും അവരോട് മാത്രം പ്രാർത്ഥിക്കാനും കഴിയുന്ന യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളുന്ന ആളുകളായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഏതർത്ഥത്തിലുള്ള വികലമായ ചിന്താധാരകളും സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ, അത്തരത്തിലുള്ള ക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് മാറി വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളായി മാറാൻ നമ്മൾ ഓരോരുത്തരും തന്നെ ശ്രമിക്കണം എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നമ്മൾ ചെന്നു പതിക്കുന്നത് അപകടത്തിലേക്കാണ്. ഇവിടെയുള്ള നഷ്ടങ്ങളല്ല, നാളെ വരാനിരിക്കുന്ന പാരത്രിക ലോകത്ത് നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, നമ്മളുടെ അമലുകളെല്ലാം തന്നെ പൊളിഞ്ഞു പോകുന്ന അർത്ഥത്തിലേക്കുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ തിരികെ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ലോകത്ത് നമുക്ക് സംഭവിക്കുന്ന മാനഹാനിയാവട്ടെ, സാമ്പത്തിക നഷ്ടമാവട്ടെ, അതുപോലെ തന്നെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ അതുണ്ടാകാതിരിക്കാൻ കൃത്യമായി അള്ളാഹുവിനെ ആരാധിക്കുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നുള്ള ആ ഒരു സൂറത്തു ഫാത്തിഹയിലൂടെ വചനത്തിനോട് കൂറുപുലർത്തുന്ന യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് യുസീകും സാനിയം ബിത്തഖ്വ. സഹോദരന്മാരെ, സഹോദരിമാരെ,
ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പിശാച് പരലോകത്ത് വെച്ച് നടത്തുന്ന ഒരു സംസാരം വിശുദ്ധ ഖുർആനിന്റെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിന്റെ 22-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാല ശൈത്വാനു ലമ്മ ഖുളിയൽ അംർ. കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിശാച് പറയുന്നതാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും. തീർച്ചയായും അല്ലാഹു നിങ്ങളോടൊരു വാഗ്ദാനം ചെയ്തു, അത് സത്യവാഗ്ദാനം. ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, എന്നാൽ നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനം ഞാൻ ലംഘിച്ചിരിക്കുന്നു. വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ. എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. പിശാച് നാളെ പരലോകത്ത് വെച്ച് പറയുന്ന സംസാരമാണ്. എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇല്ല അൻ ദഅവതുകും ഫസ്തജ്ബ്തും ലീ. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി എന്നു മാത്രം. ഫലാ തലൂമൂനി ഫലൂമു അൻഫുസക്കും. നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. മാ അന ബിമുസ്രിഹിക്കും വമാ അൻതും ബിമുസ്രിഹിയ. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാനാവില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ൽ. മുമ്പ് നിങ്ങൾ എന്നെ പങ്കാളിയാക്കിയിരുന്നതിനെ ഞാനിതാ നിഷേധിച്ചിരിക്കുന്നു. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം. തീർച്ചയായും അക്രമികാരികളാരോ അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത് എന്ന് പിശാച് നാളെ പരലോകത്ത് വെച്ച് പറയുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പിശാച് പ്രയോഗിച്ച ഒരു പ്രയോഗത്തെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കുക. വമാ കാനലി അലൈക്കും മിൻ സുൽത്താൻ എന്നാണ്. എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനം നാളെ പരലോകത്ത് വെച്ച് പിശാച് നടത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഈ അപകടങ്ങൾ നിറഞ്ഞ വിശ്വാസങ്ങൾ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ പിറകെ നമ്മൾ ഒരിക്കലും തന്നെ പോയി പോകരുത് എന്നുള്ളതാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോ പലപ്പോഴും പല സന്ദർഭങ്ങളിലും മനുഷ്യരൊന്ന് പതറിപ്പോകുന്ന അവസ്ഥയുണ്ടാവാറുണ്ട്. ഒരല്പനേരം ഒന്ന് ചിന്തകൾ മാറിപ്പോകുന്ന വല്ലാത്തൊരു അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചല്ലോ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് വിശ്വാസികൾ അല്ലെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഷിർക്ക് ആ ഒരു അന്ധവിശ്വാസത്തിന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒന്ന് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമുക്ക് ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സമയത്തും നമുക്ക് താങ്ങായി തണലായി നമുക്ക് ചോദിക്കാനുള്ള ഒരു റബ്ബ് നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നെയും നിങ്ങളെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടത്. ഏതേത് പ്രതിസന്ധികൾ വരുമ്പോഴും ആ പ്രതിസന്ധികളിലൊന്നും തന്നെ പതറാതെ ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അല്ലെ, എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് മതി എന്ന് പറയാൻ, എനിക്ക് അല്ലാഹു മതി, അവനാണ് വരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും നല്ല വരമേൽപ്പിക്കാൻ കഴിയുന്ന ആളെന്ന ഒരു വിശ്വാസത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. ആ അർത്ഥത്തിലുള്ള ഒരു നിർഭയത്വം ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനും കഴിയണം. അതിന് പ്രയാസകരമാകുന്ന ഏതേത് ഭാഗത്തു നിന്നുള്ള എന്ത് വികലമായ വിശ്വാസങ്ങളെയും നമ്മൾ മാറ്റി നിർത്തണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അത് എന്റെയും നിങ്ങളുടെയും
പരലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് നിർവഹിക്കേണ്ടത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ അർത്ഥത്തിൽ യഥാർത്ഥ നിർഭയത്വമുള്ള വിശ്വാസികളാവാൻ നമ്മൾ ഓരോരുത്തരും തന്നെ തയ്യാറാവുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടോടൊപ്പമുള്ള നമ്മളുടെ ഒരു പ്രിയ സഹോദരൻ വീണ് പരിക്ക് പറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്തുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രിയ സഹോദരന്റെ ഉമ്മ ആശുപത്രിയിലാണ്. അവരും പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർ ഇരുവർക്കും എത്രയും പെട്ടെന്ന് ഷിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്, നമ്മളുടെ വീടകങ്ങളിലുണ്ട്, അതുപോലെ തന്നെ ആശുപത്രി കിടക്കകളിലുണ്ട്. അള്ളാഹുവേ, അവർക്കെല്ലാം നീ ശിഫ പ്രദാനം ചെയ്യണമേ നാഥാ. അവർക്കെല്ലാം നീ ശിഫ പ്രദാനം ചെയ്യണമേ നാഥാ. അവർക്കെല്ലാം നീ ശിഫ പ്രദാനം ചെയ്യണമേ നാഥാ. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബാപ്പ ഉമ്മമാർ, വല്യപ്പമാർ, വല്യമ്മമാർ, അള്ളാഹുവേ, അവരുടെ എല്ലാം ഖബറിടം നീ വിശാലമാക്കണമേ നാഥാ. അവരുടെ എല്ലാം പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ നാഥാ. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥാ. റഹ്മാനെ, സാമ്പത്തികമായ രംഗത്ത് ഏറെ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിത വരുമാന മാർഗങ്ങളിൽ, കച്ചവട രംഗങ്ങളിൽ, സ്വദേശത്തും വിദേശത്തുമെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങളുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവൻ. അള്ളാഹുവേ, ഉപജീവനം വിശാലമാക്കുന്നവൻ നീയാണ് നാഥ. ഞങ്ങളുടെ ഉപജീവനം നീ വിശാലമാക്കണമേ നാഥ. റഹ്മാനെ, ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണമേ നാഥ. റഹ്മാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ, മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട്. അള്ളാഹുവേ, അവരുടെ എല്ലാം മാനസികമായ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ നാഥ. വ്യത്യസ്തങ്ങളായ ഉദ്ദേശങ്ങൾ, വീട്, വിവാഹം, അതുപോലെ തന്നെ കടബാധ്യതകൾ, അതെല്ലാം തന്നെ വീട്ടിക്കിട്ടാൻ വേണ്ടി എല്ലാം തന്നെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാം ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കണമേ നാഥ. റഹ്മാനെ, ഞങ്ങളുടെ ഭാവി തലമുറയെ ഇസ്ലാമിക ആദർശത്തിലും സംസ്കാരത്തിലും വളർത്തിക്കൊണ്ടുവരാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ നാഥ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത്, അവരുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ നാഥ. അവരുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കണമേ നാഥ. അവരുടെ പ്രയാസങ്ങൾ നീ കൊടുക്കണമേ നാഥ. റഹ്മാനെ, വിശ്വാസ രംഗത്ത് കറകളഞ്ഞ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളാവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ നാഥ. റഹ്മാനെ, ഈ എല്ലാ അർത്ഥത്തിലും പല തലങ്ങളിലും പല പ്രവർത്തനങ്ങൾക്കും മനസ്സറിഞ്ഞുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും എല്ലാം തന്നെ സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം നീ വീണ്ടും വീണ്ടും നന്മകൾ പ്രദാനം ചെയ്യണമേ നാഥ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.